സത്താർ പന്തല്ലൂരിനെ സുപ്രഭാതം പത്രത്തിന്റെ റെസിഡൻഷ്യൽ എഡിറ്റർ സ്ഥാനത്ത് നിന്ന് നീക്കാൻ ലീഗ് അനുകൂല വിഭാഗത്തിന്റെ പരിശ്രമം. സമസ്ത മുഖപത്രം ഏകപക്ഷീയമായ സ്വഭാവത്തിലേക്ക് മാറുന്നുവെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മലപ്പുറം ചേളാരിയിൽ നാളെ സമസ്ത ചർച്ച നടത്തും. ഇംതിയാസ് കരീം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇംതിയാസ്, ഈ അടുത്ത ഒരാഴ്ച മുൻപാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പന്തല്ലൂരിന്റെ ഭാഗത്തുനിന്ന് വിമർശനങ്ങൾ വന്നത്. ഇപ്പോൾ ലീഗിന്റെ ശ്രമങ്ങൾ എന്താണ്? സാധ്യതയുണ്ടോ മാറാൻ? ആര്യ, ഈ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ ഈ സുപ്രഭാതം ഏകപക്ഷീയമായ ഒരു സ്വഭാവത്തോടു കൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ലീഗ് വിരുദ്ധ വിഭാഗം കുറെ കാലമായിട്ട് ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. അത് CPM-ന് അനുകൂലമായതോ അതല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം എഡിറ്റോറിയലുകൾ എഴുതുന്ന രൂപത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് കുറെ കാലമായിട്ട് വരുന്നൊരു പ്രചാരണം. അതുമായി ബന്ധപ്പെട്ട് സമസ്ത നേതാക്കൾ തമ്മിൽ പലപ്പോഴും സോഷ്യൽ മീഡിയയിലടക്കം തർക്കങ്ങളും ഒക്കെ ഉണ്ടാവുന്ന സ്ഥിതിവിശേഷങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം ഇതിലൊരു പരിഹാര ചർച്ച CIC-യുമായി ബന്ധപ്പെട്ട പ്രശ്നം, അതുപോലെ തന്നെ സുപ്രഭാതം പത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ ഒരു പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പലപ്പോഴും ചർച്ചകളൊക്കെ നടന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ റെസിഡൻഷ്യൽ സ്ഥാനത്ത് നിന്ന് സത്താർ പന്തല്ലൂരിനെ മാറ്റാനുള്ള നീക്കമാണ് ലീഗ് അനുകൂല വിഭാഗത്തിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ ചീഫ് എഡിറ്റർ സ്ഥാനത്തിരിക്കുന്നത് ബഹാവുദ്ദീൻ നദ്വിയാണ്. ഈ ബഹാവുദ്ദീൻ നദ്വിക്ക് പത്രത്തിന്റെ കാര്യങ്ങളിൽ അങ്ങനെ ഇടപെടാൻ കഴിയുന്നില്ല എന്നൊരു ആരോപണവും നിലനിൽക്കുന്നുണ്ട്. ഈ രണ്ട് പ്രശ്നങ്ങളാണ് സുപ്രഭാതത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ പറയുന്നത്. കാരണം നമുക്ക് നേരത്തെ അറിയാം, ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തൊക്കെ സുപ്രഭാതത്തിൽ വന്ന പരസ്യം, അതുമായി ബന്ധപ്പെട്ടു വന്ന എഡിറ്റോറിയലുകൾ, ഇതൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇതൊക്കെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമായി പ്രവർത്തിക്കുന്നുവോ എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ വന്നിരുന്നത്. അത് മുസ്ലിം ലീഗ് നേതൃത്വത്തിനൊക്കെ അത് വലിയ അമർഷം ഈ കാര്യങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതൊക്കെ ബന്ധപ്പെട്ടാണ് ഇതിലൊക്കെ ഒരു പ്രശ്ന പരിഹാരം വേണമെന്ന ആവശ്യത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. നാളെ ചേളാരിയിൽ ഇതുമായി ബന്ധപ്പെട്ട് 10 നേതാക്കൾ, സമസ്തയുടെയും SYS-ന്റെയും ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഒരു 10 നേതാക്കൾ ഇരുന്നു കൊണ്ടാണ് ഈ വിഷയങ്ങളിൽ ചർച്ച വരുന്നത്. ഇരു വിഭാഗത്തിനു നിന്നുമുള്ള ആളുകൾ സുപ്രഭാതത്തിന്റെ പത്രത്തിന്റെ പ്രധാന സ്ഥാനങ്ങളിലേക്ക് വരണം. എങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമാവൂ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. പക്ഷേ ഈ സത്താർ പന്തല്ലൂരിനെ മാറ്റുക എന്നൊരു കാര്യങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് സമസ്തയിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സംജാതമാവും, കാരണങ്ങളായി മാറും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇരു വിഭാഗത്തിൽ നിന്നുമുള്ള ആളുകളെ ഈ പത്രത്തിന്റെ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അതൊരു അനുരഞ്ജനത്തിനും പ്രശ്നപരിഹാരത്തിനുമുള്ള സാധ്യതയുമാണ്. പക്ഷേ അത് എങ്ങനെ, ഏത് ഫോർമുല വെച്ച് പരിഹരിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് നമ്മളും ഉറ്റുനോക്കുന്നത്. ആര്യ, ശരി.